ഈ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം എന്ന് ഇന്ന് പറയുന്നുണ്ടല്ലോ ഇടത് നിരീക്ഷകൻ. അപ്പോൾ അന്ന് തോന്നിയില്ലേ പരമ്പരാഗത UDF മണ്ഡലം എന്ന്? അപ്പോൾ അന്ന് BJPക്ക് മത്സരിക്കേണ്ടതെന്ന് തോന്നി. എന്നാൽ പിന്നെ ഇത് കോൺഗ്രസ് അങ്ങ് വിട്ടുകൊടുത്തേക്കാവുന്ന എന്തുകൊണ്ടാണ് CPM-ന് തോന്നാതിരുന്നത്? ഇത് ഞങ്ങളുടെ വിലയിരുത്തലാണ്, ഞങ്ങളുടെ ചതിച്ചാളാണ്, രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരേക്കുള്ള പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച് തോറ്റു കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസ് മണ്ഡലമാണെന്നോ? അപ്പോൾ കോൺഗ്രസ് ജയിക്കുന്ന എല്ലാ മണ്ഡലവും കോൺഗ്രസ് ആണ്, പിന്നെ എന്തിനാ ഈ CPM-കാരനെ മത്സരിക്കാൻ പോകുന്നത്? ഇതൊക്കെ ഇങ്ങനത്തെ ഒരുതരം വിലയിരുത്തലുകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് പ്രേമ ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ പഴയൊരു ട്വീറ്റ് ഓർമ്മയുണ്ടല്ലോ. പഴയതെന്ന് പറഞ്ഞാൽ സമീപകാലത്തെ പഹൽഗാമിന് ശേഷമുള്ള തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള തരൂരാണ്. അദ്ദേഹം പറയുന്നു ആകാശം ആരുടേതുമല്ല, ചിറക് എൻ്റേതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ തരൂര് മുഖ്യമന്ത്രിയൊന്നും ആയില്ലെങ്കിലും തരൂർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു സ്പോയിലറായി മാറാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണല്ലോ. അദ്ദേഹത്തിന് ഈ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലൊക്കെ കുറച്ച് സ്വാധീനമുണ്ട്. കോൺഗ്രസിന്റെ ട്രഡീഷണൽ വോട്ടർമാർക്കിടയിൽ ഇപ്പോൾ തരൂരിന് അത്ര സ്വാധീനം ഉണ്ടാവില്ല എങ്കിൽ പോലും. അപ്പോൾ സ്പോയിലർ ആവാതെ നോക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമല്ലേ? നോക്കൂ അഭിലാഷേ, നമ്മൾ ശശി തരൂരിനെ നമ്മൾ ആ രീതിയിൽ കാണുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് കോൺഗ്രസ് അത് തർക്കിക്കാനും പോകുന്നില്ല. പക്ഷേ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ MP ഒരു തരത്തിലുള്ള ഈ മുന്നണിയെ ഛിന്ന ഭിന്നമാക്കുന്ന ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് നേരത്തെ തന്നെ ഒരുപക്ഷെ പോകുമായിരിക്കും. അതല്ലാതൊന്നും സംഭവിക്കില്ല. ഇവിടെ ശശി തരൂരിനോടുള്ള രാഷ്ട്രീയമായ എതിർപ്പല്ലേ? കാരണം അദ്ദേഹം കേരളത്തിൽ പിണറായി വിജയൻ്റെ വികസനത്തെ എതിർക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷക്കാർക്കും അദ്ദേഹം വളരെ ദൈവതുല്യൻ. അവിടെ അദ്ദേഹം BJPയുടെ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നു. അപ്പോൾ BJPയെ താല്പര്യമുള്ളവർക്ക് അവിടെ ദൈവതുല്യൻ. നേരെ മറിച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാട് അംഗീകരിക്കണം. അത് നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, അതായത് ഒരു കുടുംബാധിപത്യം. അത് തന്നെ രാഹുൽ ഗാന്ധി പറയുന്നതും മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നതൊക്കെ കേൾക്കണം. ഇപ്പോൾ കുടുംബാധിപത്യം എന്ന് പറഞ്ഞിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയാണല്ലോ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലുള്ള ഒരാളെ ഇത്തരത്തിലൊന്ന് ഷെയർ ചെയ്തത്, അത് ഞാൻ പറഞ്ഞില്ലേ, കൗതുകകരമായ ചർച്ചയാക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസിൻ്റെ KPCC നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാക്കൾക്കോ ഒരു സംശയമില്ല. പക്ഷേ സംശയം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഈ ചർച്ചയിൽ ഇപ്പം അഭിലാഷിന് മനസ്സിലായി കാണും. എവിടെയോ കൊണ്ടിട്ടുണ്ട് ആ സർവേ, അത് മനസ്സിലായല്ലോ. ആ സർവേയിലെ ചില നിഗമനങ്ങൾ ആർക്കൊക്കെയോ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതൊരു കോമൺ ആയിട്ട് നമുക്ക് വേണേൽ കാണാം. കാരണം ഒരു വിഭാഗത്തിനിടയിൽ അയ്യോ ഇന്നയാളെ മാറിയിട്ട് ഇന്നയാൾ വരുമോ, നമ്മളീ വാഴ്ത്തുപാട്ടൊക്കെ പാടിയത് വെറുതെ ആവുമോ എന്നൊക്കെ ഒരു ചിന്ത ഒരു പക്ഷേ വന്നിരിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനുള്ള നിലപാട് ഒരു വർഷമായിട്ട് വ്യക്തമായി. അങ്ങനെ വ്യക്തമായ നിലപാട് ഇപ്പോൾ നിലമ്പൂരിലത്തെ കാര്യം എന്തൊരു ആ ദിവസം വന്നിട്ട് അദ്ദേഹം നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ KK രമയുടെ വീട്ടിൽ പോയ പോലെയാകും എന്നൊക്കെ പറഞ്ഞില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നെ ക്ഷണിച്ചില്ല. വലിയ ചർച്ചയായി. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം എന്ന് ഇന്ന് പറയുന്നുണ്ടല്ലോ ഇടത് നിരീക്ഷകൻ. അപ്പോൾ അന്ന് തോന്നിയില്ലേ പരമ്പരാഗത UDF മണ്ഡലം എന്ന്? അപ്പോൾ അന്ന് BJPക്ക് മത്സരിക്കേണ്ടതെന്ന് തോന്നി. എന്നാൽ പിന്നെ ഇത് കോൺഗ്രസ് അങ്ങ് വിട്ടുകൊടുത്തേക്കാവുന്ന എന്തുകൊണ്ടാണ് CPM-ന് തോന്നാതിരുന്നത്? ഇത് ഞങ്ങളുടെ വിലയിരുത്തലാണ്, ഞങ്ങളുടെ ചതിച്ചാളാണ്, രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരേക്കുള്ള പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച് തോറ്റു കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസ് മണ്ഡലമാണെന്നോ? അപ്പോൾ കോൺഗ്രസ് ജയിക്കുന്ന എല്ലാ മണ്ഡലവും കോൺഗ്രസ് ആണ്, പിന്നെ എന്തിനാ ഈ CPM-കാരനെ മത്സരിക്കാൻ പോകുന്നത്? ഇതൊക്കെ ഇങ്ങനത്തെ ഒരുതരം വിലയിരുത്തലുകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് പ്രേമ, അവസാനിപ്പിക്കണം. നിങ്ങൾ യാഥാർത്ഥ്യം അംഗീകരിക്കും. നിങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യം അംഗീകരിക്കില്ല, അതാ പ്രശ്നം. കോട്ടയത്ത് സംഭവിച്ച പോലെ. പക്ഷേ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ശശി തരൂരിനെ ഞാൻ ഒരിക്കലും ആ രീതിയിൽ കാണില്ല. അദ്ദേഹം കോൺഗ്രസിന് വഴങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുക്കും. ഈ ആദ്യം മുഖ്യമന്ത്രിയാകുമെന്ന് നമ്മളൊക്കെ പറഞ്ഞ ശശി തരൂര് അദ്ദേഹം സ്വയമല്ലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പ്രഭ കെടുത്തിയത്, അല്ലാണ്ട് കോൺഗ്രസ്സുകാരല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഇപ്പം MK രാഘവേട്ടൻ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇപ്പം മുസ്ലിം ലീഗുകാർ പോയിരുന്നു. ഇന്നെന്താ അവരാരും ഇല്ലല്ലോ, അതെന്താ കാണാത്തത്? അപ്പോൾ ശ്രീ മോഹൻ വർഗീസിയോട് പറയുന്നത് ശശി തരൂരിനെ എന്തോ ഒരു വലിയ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ KPCC നേതാക്കൾ എന്തിനാ ഇവിടെ? UDF അല്ലേ സാർ കഴിഞ്ഞ 4-5 ഉപതെരഞ്ഞെടുപ്പുകൾ ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടത്? അത് മനസ്സിലായില്ലേ? കേരളത്തിലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. BJPക്ക് ഇപ്പോൾ അവർ പറയുന്നുണ്ട് 7 സീറ്റ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അസംബ്ലി പാർലമെൻറ്റ് മണ്ഡലത്തിലെ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 MLA മാർക്ക് കിട്ടുമോ? നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. കേരളത്തിലെ UDF-ഉം LDF-ഉമേ ഉള്ളൂ.
BJPക്ക് എല്ലായിടത്തും മത്സരിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല അവർക്കിനി അവരുടെ ഇത് കുറയുകയുള്ളൂ. കാരണം അവരുടെ പുതിയ നേതൃത്വത്തോടെ അതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ അറിയാമല്ലോ പല കാര്യങ്ങളിലും. അപ്പോൾ BJP എന്ന് പറയുന്നത് അവരുടെ മൂന്നാം ഒരു ത്രികോണ മത്സരത്തിന് അവർ മത്സരം ഒരുക്കുന്നല്ലാണ്ട് UDFിൻ്റെ വോട്ട് ഈ 48% നിസ്സാരമാണോ അഭിലാഷേ? അത് ഞാനത് ട്രെൻഡായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം ചിന്തിക്കുന്ന ഇന്നലെയോ അല്ലെങ്കിൽ മിനിങ്ങാന്നോ അല്ലെ 4-ാം നാളോ ഈ സർവേ എടുക്കുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഇനി മാറാൻ പറ്റില്ല. കാരണം 8 മാസമേ ഉള്ളൂ. ഈ 8 മാസത്തിലേക്കുള്ളതൊക്കെ കൂടുതൽ ഈ സർവേ വീണ്ടും നടത്തിയാൽ UDFിന് അനുകൂലമായ കുറേ കാര്യങ്ങൾ ഇപ്പം തന്നെ CPM കൊടുക്കുന്നുണ്ടല്ലോ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊരു ചർച്ചാ വിഷയമാകുന്നില്ല. ശശി തരൂർ കോൺഗ്രസിൻ്റെ ഇപ്പോഴും കോൺഗ്രസിലുള്ള ഒരാളാണ്. അദ്ദേഹം പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാടുകളോട് യോജിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉള്ളത്. യാതൊരു തർക്കവും വേണ്ട. ശരി.